ആശ്ലേഷ നക്ഷത്രം, അതായത് ആയില്യം നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാർക്ക് അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും മനസ്സിലായി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പെരുമാറാൻ അവർക്ക് സാധിക്കും. ഇവർ എല്ലാ കാര്യങ്ങളും രഹസ്യമായി വയ്ക്കുകയും പരമാവധി രഹസ്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ അയൽപ്പക്കക്കാർക്കോ നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുകയുമില്ല, അറിയാൻ ശ്രമിക്കുകയുമില്ല. നിങ്ങൾ എവിടം വരെ വളർന്നു വന്നു എന്നും കൂടി അവർക്ക് അറിയില്ല. വികാരപരമായ കാര്യങ്ങൾ ഒരുപാട് വരുമെങ്കിലും നിങ്ങൾക്ക് അറിവും ബുദ്ധിയും കൂടുതലായതും കൊണ്ട് അതെല്ലാം നിസ്സാരമായി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തോടും സുഹൃത്തുക്കളോടും പ്രകൃതിപരമായ സമീപനം എന്തായാലും ഉണ്ടാവും. ആയില്യം നക്ഷത്രക്കാർ സ്വതവേ ആത്മവിശ്വാസം കൂടുതലുള്ളവരാണ്. പക്ഷെ ചിലപ്പോൾ ഇവരുടെ ആത്മവിശ്വാസക്കുറവ് ഇവർക്ക് സമാധാനം ഇല്ലാതാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏപ്രിൽ 3, 12, 21, 30 ഈ ദിവസങ്ങളിലെല്ലാം ജോലിപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഉയർച്ചയുടെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ഏപ്രിലിൽ സ്വതുവെ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഏപ്രിൽ 7, 16, 28 ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജോലി സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ജോലിപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഉയരുംതോറും സമ്മർദ്ദം കൂടാനും സാധ്യതയുള്ള ഒരു മാസമാണ് ഏപ്രിൽ. എല്ലാം നിരീക്ഷിച്ച് എല്ലാ ഭാഗവും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ഏപ്രിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലിക്കാർക്ക്. പ്രചോദനാത്മകവും ആവേശജനകവുമായിട്ടുള്ള പ്രവർത്തനം ജോലി സ്ഥലത്ത് ഉയർച്ച കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സിൽ എതിരാളികൾക്കൊപ്പം സുതാര്യമായ നടപടികൾ സ്വീകരിക്കുക, വഞ്ചന സാധ്യതകൾ ഒഴിവാക്കണം. ഏപ്രിൽ 6, 16, 23 ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി നല്ല സാധ്യതകളാണ്. ഏപ്രിൽ 10, 19, 27 ഈ 3 ദിവസങ്ങളിലും ചിലവ് നിയന്ത്രിക്കണം. ഈ 3 ദിവസം മാത്രമല്ല, ഏപ്രിൽ ആദ്യ 15, 20 ദിവസങ്ങളിൽ പരമാവധി എല്ലാ ചിലവുകളും അനാവശ്യ ചിലവുകളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിക്ഷേപ മാർഗങ്ങൾ, ഓഹരി വിപണി, ലോട്ടറി തുടങ്ങിയവയിലേക്ക് ഓടാൻ സാധ്യതയുണ്ട്. സുതാര്യമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുക. നൽകിയ വായ്പ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിൽ മാത്രം കൊടുക്കുക. അല്ലാത്ത പക്ഷം കൊടുക്കരുത്, കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഏപ്രിൽ 5, 11, 22 ഈ 3 ദിവസങ്ങളിലും ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. ഈ 3 ദിവസം മാത്രമല്ല, ഏപ്രിൽ സ്വതുവെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, പക്ഷെ അമിതമായ ഉത്കണ്ഠ, വിഷാദം എന്നിവ ശ്രദ്ധിക്കുക. വയറുവേദന, ഉറക്കക്കേടുകൾ എന്നിവ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഭക്ഷണശീലം, വ്യായാമം എന്നിവയിലും മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും. ഏപ്രിൽ 4, 13, 20 ഇതിലെല്ലാം കുടുംബപരമായിട്ടും സുഹൃത്തുപരമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയൊരു ദിവസമായിരിക്കും. ആരുമായിട്ട് കലഹത്തിന് പോകരുത്. അവരെന്ത് പറഞ്ഞാലും പരമാവധി കേട്ടുനിന്ന് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളത് നിസ്സാരമായി തള്ളിക്കളഞ്ഞില്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചെറിയ ബന്ധങ്ങൾ എന്തായാലും ഒരു അകലം നിങ്ങൾക്ക് ഉണ്ടാവും. പ്രണയബന്ധത്തിലും ഇത് അനിവാര്യമാണ്. ഇപ്പോൾ വിവാഹിതരായവർക്ക് പങ്കാളിയുമായിട്ട് നല്ലൊരു ആശയവിനിമയം നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പരസ്പരം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ പങ്കാളിക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയുന്നില്ല. സിംഗിളായവർക്ക് പ്രണയബന്ധം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും അമ്പലത്തിൽ പോവുക. ഒരു അരമണിക്കൂർ ആലിഞ്ചുവട്ടിൽ നിങ്ങൾ വിശ്രമിക്കുക. ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ യൂടോക്ക് ഇന്നർ വോയിസ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട്. അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ, നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം, നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം
എന്ന ടോപ്പിക്സ് ഒക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത്. പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക. അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല. പക്ഷേ കാലക്രമേണ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അന്ന് പറഞ്ഞത് ശരിയായി എന്നുള്ളത്. അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്.